ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അതുപോലെ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാനിത് 3 സ്റ്റെപ്സ് ആയിട്ടാണ് ഈ ഒരു ബിരിയാണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ അരി ഒന്ന് കുതിർത്ത് വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കുറച്ച് വലിയ പീസുകളൊക്കെ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബിരിയാണിക്കാകുമ്പോൾ കുറച്ച് വലിപ്പത്തിലുള്ള പീസുകൾ തന്നെ എടുക്കണം. ഇനി ഇതിനകത്തിലേക്ക് മാരിനേഷന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1.5 ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂൺ അല്ല. അതിൻ്റെ കൂടെ 3 പച്ചമുളക് ചതച്ചതും, 1/2 കപ്പ് തൈരും, 1 നാരങ്ങയുടെ പകുതി നീരും ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് നമുക്ക് ചിക്കനിലെ മാരിനേഷന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് എല്ലാ ചിക്കൻ പീസിലും നന്നായിട്ട് പിടിക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് അരി കുതിർത്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് വെള്ളമൊഴിച്ച് നന്നായിട്ടൊരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 30 മിനിറ്റ് കുതിരാൻ വെക്കുക. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കുതിർത്തെടുത്ത അരി ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് അരിയിലെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കാം. അപ്പം 30 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത് സവാളയും കാഷ്യൂസും വറുത്തെടുക്കണം. അതുപോലെ അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം സവാള ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം ഈ എണ്ണയും നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് സവാള നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിട വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അപ്പം നമ്മൾ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ചെയ്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സവാളയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇപ്പം സവാള നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ സവാളയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ ഒരു 10 കാഷ്യൂസും 3 ടേബിൾ സ്പൂൺ മുന്തിരിങ്ങയും കൂടെ ചേർത്ത് അതൊന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്ത് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട് കാഷ്യൂസും മുന്തിരിയും. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ജാതിപത്രിയുടെ പകുതിയും 2 ഗ്രാമ്പൂവും 1 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ബിരിയാണിയുടെ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചോറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കുതിർത്തെടുത്ത് മാറ്റി വെച്ചിരുന്ന അരി ഇതിൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റോസ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ചോറിനൊക്കെ നല്ലൊരു ഫ്ലേവറാണ് റോസ് വാട്ടർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് കുക്കിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി റോസ് വാട്ടർ പ്രത്യേകം മേടിക്കാൻ കിട്ടും. അത് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറൊക്കെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു 85 മുതൽ 90% വേവിച്ചാൽ മതി. ബാക്കി നമ്മൾ ലാസ്റ്റ് ദം ചെയ്യുമ്പോഴാണ് വേവിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് വെന്ത് കിട്ടും. നമ്മൾ ചോറ് വേവിക്കുമ്പോൾ കറക്റ്റായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം അടിയിലൊക്കെ പിടിക്കും. അതൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം നമ്മൾ വേവിക്കാൻ നേരത്ത് വെള്ളമൊക്കെ തീർന്നോന്ന്. ഇപ്പോൾ ചോറൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് തേർഡ് സ്റ്റെപ്പാണ് ചെയ്യാനുള്ളത്. അതായത് ലാസ്റ്റ് സ്റ്റെപ്പ്. അതിനകത്ത് ചിക്കൻ ഗ്രേവി തയ്യാറാക്കണം. അതുപോലെ ചോറ് ലെയർ ചെയ്യണം. അപ്പോൾ ചിക്കൻ ഗ്രേവി ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം സവാള ഫ്രൈ ചെയ്തെടുത്ത എണ്ണ
നമ്മൾ ബിരിയാണി ചെയ്യുന്ന വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തിലേക്ക് 1/2 ടീസ്പൂൺ സാദ് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബിരിയാണി ജീരകം എന്ന് പറയും. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറാണ്. 1/2 ടീസ്പൂൺ സാദ് ജീരകം ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു ബേ ലീഫും 2 ഏലക്ക, അതുപോലെ 3 ഗ്രാമ്പൂ, ഒരു 1.5 ഇഞ്ചിൻ്റെ പട്ട, അതായത് കറുവപ്പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ മസാലയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിനകത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഗോൾഡൻ കളർ ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് വലിയൊരു തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയൊരു തക്കാളിക്ക അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് പുതിനയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മല്ലിയിലയും 1 കപ്പ് പുതിനയിലയാണ് മൊത്തത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ തക്കാളിക്കയും സവാളയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തൈരും നാരങ്ങ നീരൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മൾ പൊടികൾ മാരിനേറ്റ് ചെയ്തപ്പോൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലാതെ എക്സ്ട്രാ പൊടികളൊന്നും ഈ ഒരു ഗ്രേവിക്കകത്തേക്ക് ചേർക്കുന്നില്ല. ഇനി നമ്മൾ ചിക്കനൊക്കെ ചേർത്തിട്ട് സവാളയും തക്കാളിയും എല്ലാം വഴറ്റിയതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഈ ചിക്കനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ്റെ അകത്ത് അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട്. എന്നാലും നമ്മൾ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ചിക്കൻ ഒരു 10 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ച് എടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ചിക്കൻ്റെ ഗ്രേവി ചെയ്യുമ്പോൾ നന്നായിട്ട് കുറുകിയിരിക്കണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളമുണ്ട്. നമ്മൾ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് കുറുകുന്നിടം വരെ വറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ചോറ് ഇതിൻ്റെ അകത്തിലേക്ക് ഇടുമ്പം അതിൻ്റെ അകത്തിലെ വെള്ളമെല്ലാം ചോറിൽ പിടിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഗ്രേവി നന്നായിട്ട് കുറുകി വരണം. ഇപ്പം ചിക്കൻ്റെ വെള്ളമൊക്കെ കുറുകി ഒന്ന് ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിലേക്ക് ഒരു ലെയർ കൊടുക്കാൻ വേണ്ടി ആദ്യം കുറച്ച് ഫ്രൈ ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഇടുമ്പം ചിക്കൻ്റെയും ചോറിൻ്റെ ഇടയ്ക്ക് ഒരു ലെയർ പോലെ ഇരിക്കും. അപ്പം ഒത്തിരി ചോറിലൊന്നും വെള്ളം ഒത്തിരി പിടിക്കത്തില്ല. അതുപോലെ കിസ്മസും അണ്ടിപ്പരിപ്പും കിസ്മസും കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം 2 മുട്ട പുഴുങ്ങിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പം ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ ആ ഒരു മുട്ടയിലേക്ക് വരും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ചോറിട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് പ്രസ് ചെയ്തരുത്. കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സൈഡിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. തവി കൊണ്ട് തന്നെ സൈഡിലേക്കൊക്കെ ഒന്ന് ചോറ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിൽ ഒരു കളറിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ പാലിൻ്റെ അകത്ത് കുറച്ച് കുങ്കുമപ്പൂ, ഒരു നുള്ളു കുങ്കുമപ്പൂ കലക്കി വെച്ചിട്ടുണ്ട്, അതാണ് ഒഴിക്കുന്നത്. അതിന് പകരം മഞ്ഞൾപ്പൊടി പാലിൻ്റെ അകത്ത് കലക്കി ഒഴിച്ചാലും മതി. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ലീലയും പുതിനയിലയും അരിഞ്ഞതും കിസ്മിസും കാഷ്യൂനട്ടും ഒക്കെ ഫ്രൈ ചെയ്തും കൂടി ഇട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു 8 മുതൽ 10 മിനിറ്റ് വരെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അതുപോലെ കട്ടി കുറവുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ ആ പാത്രം, നമ്മൾ ബിരിയാണി ചെയ്യുന്ന പാത്രം വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അടിയൊക്കെ കരിഞ്ഞു പോവും.
10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം തുറക്കാതെ ഒരു 20 മുതൽ 30 മിനിറ്റ് അടച്ച് തന്നെ വെക്കുക. അപ്പോഴായിരിക്കും ചോറയിലോട്ടൊക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തണുത്തൊക്കെ കഴിയുമ്പോഴായിരിക്കും ബിരിയാണിയുടെ കറക്റ്റായിട്ടൊരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്